ഇതാണ് എൻ്റെ വീട്ടിലെ കുളം. ഈ കുളത്തിന് സൈഡിൽ പ്ലാവുകളുണ്ട്. ഈ പ്ലാവിൽ നിറയെ ചക്കകളും ഉണ്ട്. അപ്പോൾ ഈ ചക്ക കുളത്തിൽ വീഴുന്ന തടയാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു ചക്ക പറിക്കാമെന്ന്. അങ്ങനെ ഞാനും അമ്മയും പിന്നെ ഞാൻ പറഞ്ഞ ശശിയേട്ടനും കൂടെ ഞങ്ങൾ ചക്ക പറിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ അതിസാഹസികമായി ഒരു ചക്ക താഴെ ഇട്ടു. പക്ഷേ അത് ലക്ഷ്യം തെറ്റി ഞങ്ങളുടെ കുളത്തിലേക്കാണ് പോയത്. ശശിയേട്ടൻ്റെ ആ മാരകമായ ചക്ക പറിക്കലാണ്. ഇല്ല, ഇത് കുളത്തിൽ വിടില്ല. ഞാനും പരിക്കുന്ന അറിയാനുണ്ട്. ഞാൻ പണ്ടേ ചക്ക പറിക്കാൻ വളരെ വിദഗ്ധനായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ല, ലക്ഷ്യം തെറ്റി. ഇതാണ് ഞാൻ പറഞ്ഞ ചക്ക ലക്ഷ്യം തെറ്റി കിണറ്റി പോയത്. പോകുമ്പോൾ ആ വിരിച്ച പച്ച ഷീറ്റിനകത്ത് ഒരു ഹോളോട് ഉണ്ടാക്കിയാണ് ചക്ക പോയത്. കിടക്കുന്നുണ്ട്. ചക്ക പൊങ്ങി വെള്ളക്കത്ത് കിടക്കും കേട്ടോ. അത് നിങ്ങൾക്കറിയോ? എനിക്ക് ആദ്യത്തെ അറിവാണ്. ചക്ക പൊങ്ങി ശശിയേട്ടൻ്റെ എന്തോ ഒരു അത്ഭുതകരമായ വിദ്യ പ്രയോഗിച്ചിട്ടാണ് താഴെ വീണ ചക്ക എടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ചക്കകൾ ഇങ്ങനെ കുത്തിയെടുത്ത ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ശശിയേട്ടൻ ഈ ഒരു ചക്കയെ കുത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ശശിയേട്ടൻ്റെ ഐഡിയ ഫലിച്ചില്ല. ഞാൻ അതിസാഹസികമായി കിണറ്റിലിറങ്ങി. സാഹസികമായി ഞാൻ ആ കുളത്തിലിറങ്ങിയിട്ട് ചക്ക എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചക്ക വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചക്ക എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ചക്ക DM-ലേക്ക് അയച്ചു തരുന്നതായിരിക്കും. കമൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ ഏത് ഇനം ചക്കയാണ് വേണ്ടത് എന്നുകൂടെ മെൻഷൻ ചെയ്താലും നല്ലതായിരിക്കും.